ബൾക്ക് ചെയ്യുമ്പോൾ റെപ്പ് കുറച്ചിട്ട് വെയിറ്റ് കൂട്ടി അടിക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ റെപ്പ് കൂട്ടിയിട്ട് വെയിറ്റ് കുറച്ചടിക്കുക. ഇങ്ങനെയാണ് ബൾക്ക് ചെയ്യേണ്ടതും കട്ട് ചെയ്യേണ്ടതും എന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഡസൻ നോ എനിത്തിങ് അബൌട്ട് ബോഡി ബിൽഡിംഗ്. അപ്പം തന്നെ ആ ജിമ്മിൽ നിന്ന് ഇറങ്ങി ഓടിയേക്കുക. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് വരുന്ന എസ്പെഷ്യലി ബോയ്സ് ആൻഡ് ജെൻസ് സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഒന്ന് ബൾക്ക് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് സൈസ് ആവണം, കുറച്ചുകൂടെ മസിൽസ് പുട്ട് ഓൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൾക്കിംഗ് ഡയറ്റ് പറഞ്ഞുതരാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൾക്കിംഗ് വർക്കൗട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഡിസൈൻ ചെയ്ത് തരാം എന്നൊക്കെ പല ആൾക്കാരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. സോ എന്താണ് ബൾക്കിംഗ്? നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൈസ് ആവാനായിട്ട് ബൾക്കിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എത്ര കാലം വരെ അല്ലെങ്കിൽ എത്ര മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ബൾക്ക് ചെയ്യാം? ഏത് പോയിന്റ് എത്തുമ്പോഴാണ് ബൾക്കിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? നിങ്ങളൊരു ഡയറ്റ് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു കട്ടിലേക്ക് കടക്കേണ്ടത്? ഇതൊക്കെ വളരെ വിശദമായിട്ട് പറയേണ്ടതുണ്ട്, വളരെ വിശദമായിട്ട് അറിയേണ്ടതുണ്ട്. കാരണം ബൾക്കിംഗ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിച്ചിട്ടുള്ള ഇഷ്ടമുള്ള ഫുഡെല്ലാം കഴിച്ച് നല്ല രീതിയിൽ സൈസ് ആവുക, സൈസ് ആയതിനു ശേഷം കട്ട് ചെയ്ത് മസിൽസ് എല്ലാം ഡിഫൈൻഡ് ആക്കി വിസിബിൾ ആക്കി ഷ്രെഡഡ് ആവുക. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബൾക്കിംഗ് ആൻഡ് കട്ടിംഗ് എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ ഡിലിജന്റ് ആയിട്ട്, വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ 100% പണിയോളും. പ്രോപ്പറായിട്ട് ബൾക്ക് ചെയ്തില്ല വെച്ചാൽ നിങ്ങൾ ബൾക്ക് ചെയ്ത് ഒരു പൊണ്ണത്തടിയനായിട്ട് മാറും. നമ്മൾ ജിമ്മിൽ കാലെടുത്ത് വെക്കുന്ന ഒരു എസ്തെറ്റിക് ഫിസിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, അല്ലാതെ പൊണ്ണത്തടിയിലേക്കോ അല്ലെങ്കിൽ കുടവയറിലേക്കോ പോകാൻ വേണ്ടിയിട്ടല്ലോ. വളരെ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ബൾക്കിംഗ്. ഇറ്റ്സ് നോട്ട് എ ലൈസൻസ് ടു ബിഞ്ച് ഈറ്റ് യുവർ ഫേവറേറ്റ് ജങ്ക് ഫുഡ്. സോ എന്താണ് ബൾക്കിംഗ്? ബൾക്കിംഗ് ഈസ് ബേസിക്കലി ഈറ്റിംഗ് ഓൺ എ കാലറി സർപ്ലസ് സോ ദാറ്റ് you can gain some weight, out of which majority should be muscles. വെയിറ്റ് കൂട്ടലല്ല ബൾക്കിംഗ്. ആ കൂട്ടുന്ന വെയിറ്റിൽ കൂടുതലും മസിൽസ്. നിങ്ങളൊരു 5 കിലോ ബൾക്ക് ചെയ്ത് വെയിറ്റ് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 കിലോസ് എങ്കിലും മസിൽസ് അയക്കണം. അപ്പോൾ മാത്രമേ അതിനൊരു പ്രോപ്പർ ബൾക്കിംഗ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വണ്ണം വെച്ചു അല്ലെങ്കിൽ തടി വെച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇഫ് ദ മെജോറിറ്റി ഓഫ് ദ വെയിറ്റ് ദാറ്റ് യു ഗെയിൻഡ് ഡ്യൂറിങ് എ ബൾക്ക് ഈസ് ഫാറ്റ്, then it's not bulking. You just simply put on some weight. So ബൾക്കിങ്ങിന്റെ പേർപ്പസ് എന്ന് വെച്ചാൽ ആഡിങ് സം ക്വാളിറ്റി മസിൽ മാസ് ടു യുവർ ഫ്രെയിം, ടു യുവർ ഫിസിക്. ചുമ്മാ ഭക്ഷണം കഴിച്ച് വെയിറ്റ് കൂട്ടുന്നതിനെ ബൾക്കിംഗ് എന്ന് വിളിക്കില്ല. സോ ബൾക്ക് ചെയ്യാനുള്ള ഒരു ആവശ്യമായിട്ട് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് ക്ലയന്റ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആസ് എ ട്രെയിനർ ഞാൻ ആദ്യമായിട്ട് നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ഹിസ് ഫിസിക് ഈസ് റെഡി ഫോർ എ ബൾക്ക്. അയാൾ മാനസികമായിട്ട് റെഡി ആയിരിക്കും, അയാൾ ബൾക്ക് ചെയ്യണം എന്ന് മെന്റലി അയാൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അയാളുടെ ശരീരം ബൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലാണോ, കണ്ടീഷനിലാണോ പ്രസന്റ്ലി എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. കാരണം ബൾക്ക് ചെയ്യാനായിട്ട് വരുന്നവരിൽ പലരും 15% അല്ലെങ്കിൽ 18%, ഈവൻ 20%, 25% ഒക്കെ ബോഡി ഫാറ്റ് കറന്റ് ക്യാരി ചെയ്യുന്നവരായിരിക്കും. ആ ഒരു സ്റ്റേജിൽ ബൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൾക്ക് വിൽ നോട്ട് ബി സക്സസ്ഫുൾ. ബോഡി ഫാറ്റ് ഹയർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ഡൗൺ ആയിരിക്കും, ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും, പ്രോപ്പറായിട്ട് മസിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ടായിരിക്കില്ല. ടെസ്റ്റോസ്റ്ററോൺ നിങ്ങൾക്ക് ഡൗൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ലിഫ്റ്റിന്, നിങ്ങളുടെ പെർഫോമൻസിന് എല്ലാം സാധിക്കും. നിങ്ങൾക്കൊരു ഗുഡ് എമൗണ്ട് ഓഫ് മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് പുട്ട് ഓൺ ചെയ്യുമ്പോൾ അത് ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം, മസിൽ പ്രോട്ടീൻ സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടായിരിക്കും വെൻ യു ആർ ഓൺ എ ഹയർ ബോഡി ഫാറ്റ്. മസിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് വിച്ച് ഹെൽപ്സ് ടു ബിൽഡ് മോർ മസിൽസ് ഇൻ യുവർ ഫിസിക്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടീഷനല്ല നിങ്ങളുടെ ഫിസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ why put on weight. സോ ഈ പറഞ്ഞ 3 കാര്യങ്ങളും, മസിൽ പ്രോട്ടീൻ സിന്തസിസ് നല്ല ആക്റ്റീവായിട്ട് നടക്കാനും, ടെസ്റ്റോസ്റ്ററോൺ നല്ല പീക്കിലെത്തിക്കാനും, ഇൻസുലിൻ റെസിസ്റ്റൻസിൽ നിന്നും ബോഡീനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും, നമ്മളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഒരു 12% താഴേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം നമ്മൾ ബൾക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ 12% ബോഡി ഫാറ്റിലാണോ അല്ലെങ്കിൽ 15% ബോഡി ഫാറ്റിന്റെ മേലെയാണോ കറന്റ്ലി എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, ഇഫ് യു ഹാവ് എ ബോഡി അനലൈസർ ലൈക്ക് ഡെക്സ അല്ലെങ്കിൽ ഇൻ ബോഡി, നിങ്ങളുടെ ജിമ്മിൽ അത്തരത്തിലൊരു ഡിവൈസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൻ യു ആൻഡ് ബോഡി വിത്ത് ദാറ്റ് ഡിവൈസ്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും വാട്ട് ഈസ് യുവർ കറന്റ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, കറന്റ് മസിൽ പെർസെൻറ്റേജ്. ഈ പറഞ്ഞ ഡിവൈസ് നിങ്ങളുടെ ജിമ്മിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഡിവൈസ് മേടിക്കാം, which is called a body fat caliper. നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ആൻഡ് യു ക്യാൻ മെഷർ യുവർ ബോഡി ഫാറ്റ് യുവർ സെൽഫ്. അതല്ല വെച്ചാൽ ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുക, ഹിപ്പിന്റെ മെഷർമെന്റ്, നിങ്ങളുടെ വേസ്റ്റിന്റെ മെഷർമെന്റ്, ഇഫ് യു ആർ എ ലേഡി ഹിപ്പിന്റെ മെഷർമെന്റും കൂടെ എടുക്കേണ്ടി വരും. ഏജ്, വെയിറ്റ്, ഹൈറ്റ്, ഈ പറഞ്ഞ മെഷർമെന്റ്സ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഗൂഗിൾ യു വിൽ ഹാവ് ബോഡി ഫാറ്റ് കാൽക്കുലേറ്റേഴ്സ്. ഫിറ്ററിന്റെ ഒക്കെ ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ മെഷർ ചെയ്യാം. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല, നിങ്ങളുടെ ട്രെയിനറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇഫ് ഹി ഓർ ഷീ ഈസ് എ ഗുഡ് ട്രെയിനർ, അയാൾക്ക് നിങ്ങളുടെ ആപ്സ് കണ്ടാൽ തന്നെ ഏകദേശം നിങ്ങളുടെ ഒരു ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് പറയാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് യുവർ കറന്റ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. എൻഹാൻസ്ഡ് അത്ലീറ്റ്സിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം ബാധകം ആയിരിക്കണം എന്നില്ല. ഒരു പ്രോ ബോഡി ബിൽഡറിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഓഫ് സീസണിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഹി മൈറ്റ് ബി സിറ്റിംഗ് ഓൺ 20 അല്ലെങ്കിൽ 25% ബോഡി ഫാറ്റ്. അവർക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ദേ നോ ഹൗ ടു ഗെറ്റ് ബാക്ക് ടു 10% അല്ലെങ്കിൽ 12% ബോഡി ഫാറ്റ് വെൻ ദ സീസൺ ബിഗിൻസ്. അതിന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഫാറ്റ് ബേണേഴ്സും ഡ്രഗ്സും സ്റ്റെറോയിഡ്സും എല്ലാം ഉണ്ട്. സോ അവർക്ക് വേണമെങ്കിൽ കുറച്ച് ജങ്ക് ഫുഡൊക്കെ കഴിക്കാം, കുറച്ച് ഡേർട്ടി ബൾക്കിംഗ് ഒക്കെ ചെയ്യാം.
ദേ ക്യാൻ സിംപ്ലി ഗെറ്റ് ബാക്ക് ഇൻ ഷേപ്പ് വെൻ ദ ടൈം കംസ്. അത് കണ്ടിട്ട് നാച്ചുറൽ ബോഡി ബിൽഡേഴ്സ് ജങ്ക് ഫുഡ് കഴിച്ചിട്ട് ബിഞ്ച് ഈറ്റ് ചെയ്തിട്ട് ഡേർട്ടി ബൾക്കിങ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞാൽ 8ന്റെ പണിയായിരിക്കും കിട്ടുക. യു വിൽ എൻഡ് അപ്പ് ഒബീസ് ആൻഡ് ഫാറ്റ്. സോ പ്രോ ബോഡി ബിൽഡേഴ്സിന്റെ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് അത്ലീറ്റ്സിന്റെ പ്രോട്ടോകോൾ കണ്ടിട്ട് അത് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങൾ നാച്ചുറൽ ബോഡി ബിൽഡർ ആണ് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ഫിസിക് ആഗ്രഹിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റും കാലറി ഇൻടേക്ക് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ബൾക്ക് ചെയ്യുന്നവരും കട്ട് ചെയ്യുന്നവരും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് വർക്കൗട്ട് അല്ലെങ്കിൽ കട്ട് വർക്കൗട്ട്, വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോർ കട്ട് അല്ലെങ്കിൽ വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോർ ബൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. ബൾക്ക് ചെയ്യുമ്പോൾ റെപ്പ് കുറച്ചിട്ട് വെയിറ്റ് കൂട്ടി അടിക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ റെപ്പ് കൂട്ടിയിട്ട് വെയിറ്റ് കുറച്ചടിക്കുക. ഇങ്ങനെയാണ് ബൾക്ക് ചെയ്യേണ്ടതും കട്ട് ചെയ്യേണ്ടതും എന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഡസൻ നോ എനിത്തിങ് അബൌട്ട് ബോഡി ബിൽഡിംഗ്. അപ്പം തന്നെ ആ ജിമ്മിൽ നിന്ന് ഇറങ്ങി ഓടിയേക്കുക. ബൾക്കും കട്ടെല്ലാം ഡയറ്റിലാണ് ഇരിക്കുന്നത്, അല്ല വർക്കൗട്ടിലല്ല. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഏത് വർക്കൗട്ടാണോ ഫോളോ ചെയ്തത് അത് തന്നെ നിങ്ങൾക്ക് ബൾക്കിലും ചെയ്യാം. ബൾക്ക് ചെയ്യുമ്പോൾ ഏത് വർക്കൗട്ടാണോ ഫോളോ ചെയ്തത് സെയിം സ്പ്ലിറ്റ് യു ക്യാൻ ഫോളോ ഡ്യൂറിങ് എ കട്ട്. അതിപ്പോൾ നമ്പർ ഓഫ് സെറ്റ്സ് ആയാലും നമ്പർ ഓഫ് റെപ്സ് ആയാലും നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറ്റിലാണ് കളി മൊത്തം ഇരിക്കുന്നത്. ബൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ലൈറ്റ് കാലറി സർപ്ലസിൽ കഴിക്കുക, കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിലോട്ട് പോവുക, അത്രേ ഉള്ളൂ. സോ എത്ര സർപ്ലസ് കാലറി ബൾക്ക് ചെയ്യാനായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് മെയിൻ്റനൻസ് കാലറിയിൽ നിന്ന് നിങ്ങൾ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൽ നിന്ന് ഒരു എക്സ്ട്രാ 200 to 300 കാലറീസ് മാക്സ് അത്രേ നിങ്ങൾക്ക് ബൾക്ക് ചെയ്യാനായിട്ട് ആവശ്യം. സോ നിങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഒരു 200-300 കാലറി എക്സ്ട്രാ ആഡ് ചെയ്യുക. എന്നിട്ട് വൺസ് ഇൻ എ വീക്ക് നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുക. ഒരു 200 to 300 ഗ്രാംസ് ആണ് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. അപ്പോൾ ഒരു മാസം നമുക്ക് ഏകദേശം 1 കിലോ 1.25 കിലോ കൂട്ടാം. അത്രേ കൂട്ടേണ്ട ആവശ്യമുള്ളൂ ബൾക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ ബൾക്കിങ്ങിൻ്റെ പേരിൽ നിങ്ങൾ കുറേ വലിച്ചു വാരി തിന്ന് മാസം ഒരു 3 കിലോ 4 കിലോ ഒക്കെ വെച്ച് കൂട്ടി ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു കുട്ടിയാനായിട്ട് ആശാൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ആശാനെ എൻ്റെ ബൾക്കിങ് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാന് കൈമലർത്തും. കാരണം നിങ്ങൾ ബൾക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫാറ്റും കയറ്റി വന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബൾക്കിങ്ങും ആ ഒരു കട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ബൾക്കിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇരിക്കും. 6 months വേസ്റ്റഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മാസം മാക്സിമം 1 കിലോ 1.25 കിലോ ഗെയിൻ ചെയ്താൽ മതി ബൾക്കിങ്ങിൽ എന്ന് പറയുന്നത്? മാക്സിമം എമൗണ്ട് ഓഫ് മസിൽ ദാറ്റ് യു ക്യാൻ പുട്ട് ഓൺ ടു യുവർ ഫ്രെയിം ഈസ് 1 കിലോ ഇൻ എ മന്ത്. ഒരു മാസം നിങ്ങൾ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്താലും എത്ര പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്താലും നിങ്ങൾ എന്തോരം പ്രോട്ടീൻ മേടിച്ച് കഴിച്ചാലും 1 കിലോ മസിൽ നിങ്ങൾക്ക് പുട്ട് ഓൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാക്സിമം ആണ് പറയുന്നത്. അതിൽ കുറേ പലർക്കും സാധിക്കുള്ളൂ. അപ്പം നിങ്ങൾ ഒരു മാസം 3 കിലോ 4 കിലോ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു വിചാരിക്കുക. സപ്പോസ് 1 കിലോ മസിൽ കഴിച്ചിട്ട് ബാക്കി കയറിയതെല്ലാം മൊത്തം ഫാറ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ 4 കിലോ ഒരു മാസം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ 1 കിലോ മസിലും ബാക്കി 3 കിലോ ഫാറ്റ് ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പ്രോട്ടീൻ ഇൻടേക്കും മറ്റു കാര്യങ്ങളെല്ലാം ഓൺ പോയിന്റ് വെച്ചിട്ട് സ്ലൈറ്റ് കാലറി സർപ്ലസിൽ കഴിച്ചിട്ട് ഒരു 1 കിലോ 1.25 കിലോ ഒരു മാസം ഗെയിൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി വിൽ ബി മസിൽസ്. അതാണ് ലീൻ ബൾക്കും ഡേർട്ടി ബൾക്കും തമ്മിലുള്ള വ്യത്യാസം. സോ ബൾക്ക് ഒരിക്കലും ഡേർട്ടി ബൾക്കിങ്ങിലേക്ക് പോകാതെ നോക്കുക. ഇറ്റ് ഷുഡ് ബി ലീൻ ആൻഡ് ക്ലീൻ ബൾക്കിംഗ്. മറ്റൊരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബൾക്കിംഗ് ചെയ്യുന്നതിന്റെ പേരിൽ കുറേ സ്പെഷ്യൽ ഫുഡ് മേടിച്ച് കഴിക്കുക, കുറേ പീനട്ട് ബട്ടർ മേടിച്ച് കഴിക്കുക, കുറേ നട്ട്സും കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മേടിച്ച് കഴിക്കുക. അങ്ങനെ എന്തൊക്കെയോ പുതിയ ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇൻ ദ നെയിം ഓഫ് ബൾക്ക്. അതിന്റെ യാതൊരു ആവശ്യമില്ല. പ്രസന്റിൽ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡിന്റെ തന്നെ ക്വാണ്ടിറ്റി ചെറുതായിട്ടൊന്ന് കൂട്ടിയാൽ മതി. ഞാനിപ്പോൾ മെയിൻ്റനൻസിലാണ്, ഞാൻ ബൾക്കും ചെയ്യുന്നില്ല കട്ടും ചെയ്യുന്നില്ല. ബൈ ദ വേ മെയിൻ്റനൻസിൽ നിന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മസിൽസ് ബിൽഡ് ചെയ്യാം. ബൾക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബട്ട് ഇഫ് ഐ പ്ലാൻ ടു സ്റ്റാർട്ട് എ ബൾക്ക് ദിസ് ഈസ് ഹൗ ഐ എം ഗോണ ഡു ദാറ്റ്. ഞാനിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് 2 ബ്രെഡ് 5 എഗ്സ്, ഉച്ചയ്ക്ക് ലഞ്ചിന് അറൗണ്ട് ഒരു 200 grams ഓഫ് റൈസ്, അതിൻ്റെ കൂടെ വീട്ടിലെന്താണ് കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കും. ഈവനിങ് അറൗണ്ട് ഒരു 4 o'clock ഞാനൊരു 200 grams യോഗട്ട് കഴിക്കും. അതിനൂടെ എന്താണ് ഫ്രൂട്ട്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് കഴിക്കും. നൈറ്റ് വെൻ ഐ കം ബാക്ക് ഹോം ഐ വിൽ ഹാവ് 3 to 4 chapatis ആൻഡ് വാട്ട് എവർ കറീസ് ആർ ദർ ഇൻ ദ ഹോം. അപ്പോൾ എനിക്ക് ബൾക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഫുഡൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് കുറേ ഫുഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ 2 ബ്രെഡ് കഴിക്കുന്നിടത്ത് അത് 3 സ്ലൈസ് ബ്രെഡാക്കും. 200 gram റൈസ് കഴിച്ചിരുന്നിടത്ത് അതൊരു 225 gram അല്ലെങ്കിൽ 250 grams റൈസ് ആക്കും. ഞാൻ 3 ചപ്പാത്തിയുടെ സ്ഥാനത്ത് 4 5 ചപ്പാത്തി കഴിക്കും. സോ ബേസിക്കലി ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാർബ്സിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി. പ്രോട്ടീൻ ഇൻടേക്ക് വിൽ റിമെയിൻ ദ സെയിം. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഞാൻ 1-2 സ്കൂപ്പ് വേ പ്രോട്ടീനും എനിക്ക് ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കിട്ടാനില്ലാത്ത ദിവസങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിൽ ഓൾസോ റിമെയിൻ ദ സെയിം. ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിക്കുന്ന കാപ്സിലാണ്. ഞാൻ കഴിക്കുന്ന ബ്രെഡ്, ഞാൻ കഴിക്കുന്ന റൈസ്, ഞാൻ കഴിക്കുന്ന ചപ്പാത്തി. ദാറ്റ്സ് ഇറ്റ്. ലാസ്റ്റ് തിങ്, വെൻ ടു സ്റ്റോപ്പ് ബൾക്കിംഗ്. ചില ആൾക്കാർ 365 ഡേയ്സും ബൾക്കിംഗ് ആയിരിക്കും. കാരണം ഇത് നല്ല രസമുള്ള പരിപാടിയാണല്ലോ, ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം ഞാൻ ബൾക്കിങ്ങിലാണ്. കട്ട് ചെയ്യാൻ സമയത്താണ് ഒരു പണി പാളിയ കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു ബൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാക്സ് ഒരു 3 to 4 months കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. ആഫ്റ്റർ ദാറ്റ് കുറച്ച് നാൾ മെയിൻ്റനൻസിൽ കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എൻ അഗ്രസീവ് മിനി കട്ട്. 3 to 4 months നിങ്ങൾ ബൾക്കിങ്ങിലാകുമ്പോൾ പയ്യെ നിങ്ങളുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ആവും. ബൾക്കിങ്ങിനോട് നിങ്ങളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യാതാകും. അന്നേരം നിങ്ങൾക്ക് അത്രയ്ക്കും എഫക്റ്റീവായിട്ട് മസിൽസ് പുട്ട് ഓൺ ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുറച്ച് കാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാലറി സർപ്ലസിൽ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു ഗോണ ലൂസ് യുവർ ഡിസിപ്ലിൻ ആൻഡ് വിൽ പവർ. കാരണം സർപ്ലസിൽ കഴിക്കാനായിട്ട് ഡിസിപ്ലിൻ്റെയും വിൽ പവറിൻ്റെ ആവശ്യമില്ല. ബട്ട് ടു ഈറ്റ് ഇൻ എ ഡെഫിസിറ്റ്
യു നീഡ് എ സർട്ടൻ ലെവൽ ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനും ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു ഡെഫിസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ നിൽക്കുള്ളൂ. നിങ്ങൾ സ്ഥിരമായിട്ട് സർപ്ലസിൽ ബൾക്കിങ്ങിന് വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു ഗോണ ലൂസ് ഇറ്റ്. പിന്നെ കട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് തിരിച്ച് ഡെഫിസിറ്റിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. സ്ഥിരമായിട്ട് കുറേ കാലം സർപ്ലസിൽ കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാലറി ഡെഫിസിറ്റിലേക്ക് അല്ലെങ്കിൽ ഡയറ്റ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാനസികമായിട്ട്. സോ ഒരു 3 to 4 months ബൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ടു മെയിൻ്റനൻസ് കൊണ്ടുവരാൻ കാലറി. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗ്രസീവായിട്ട് ഒരു 1 month 2 month മിനി കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വീണ്ടും കുറച്ച് കൊണ്ടുവരാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അറൗണ്ട് ഒരു 15% ഒക്കെ എത്തിക്കഴിഞ്ഞാൽ യു ഷുഡ് സ്റ്റോപ്പ് ബൾക്കിംഗ്. കാരണം 15ന്റെ മേലെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്ക് ബോഡി പോകും. ദെൻ ഇറ്റ് വിൽ ബി ഹാർഡ് ടു പുട്ട് ഓൺ മസിൽസ്. അപ്പോൾ നിങ്ങൾ 15% എത്തി എന്ന് എങ്ങനെ അറിയാം? നിങ്ങളുടെ ആപ്സ് എല്ലാം ഫെയ്ഡ് ആവാൻ തുടങ്ങും. നിങ്ങൾ 6 പാക്കിന്റെ മേലെ ഒരു ഫാറ്റിന്റെ ലെയർ ഒന്ന് മൂടാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ മസിൽസിന്റെ ഡെഫിനിഷൻ, ക്ലാരിറ്റി ഒക്കെ പയ്യെ ഡിസപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു പോയിന്റ് എത്തുമ്പം യു ഷുഡ് സ്റ്റോപ്പ് ബൾക്കിംഗ്. എന്നിട്ട് യു അഗൈൻ ഗോ ബാക്ക് ടു 12% ത്രൂ ഡയറ്റിംഗ് ആൻഡ് കട്ട്. സോ ബേസിക്കലി ബൾക്കിംഗ് ആൻഡ് കട്ടിംഗ് എന്ന് പറയുന്നത് 12 to 15% ബോഡി ഫാറ്റിന്റെ ഇടയിൽ നിന്നിട്ടുള്ള ഒരു ഗെയിമാണ്. നിങ്ങൾ ആദ്യം കട്ട് ചെയ്യുക, ബോഡിനെ 12% ബോഡി ഫാറ്റിലേക്ക് കൊണ്ടുവരാം, ബൾക്ക് ചെയ്യുക ഒരു 15% വരെ. 15% എത്തുമ്പോൾ അഗൈൻ ഗോ ബാക്ക് ടു കട്ടിംഗ്, ബ്രിങ് യുവർ ബോഡി ബാക്ക് ടു 12%. അങ്ങനെ യു കീപ്പ് ഓൺ ബിൽഡിംഗ് മസിൽസ് ത്രൂ ബൾക്ക് ആൻഡ് കീപ് ലൂസിങ് ഫാറ്റ് ത്രൂ ഡയറ്റ് ആൻഡ് കട്ട്. സോ ബൾക്കിംഗ് എന്ന് പറയുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ട് കെയർലെസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ല. നിങ്ങൾ ഡെഫിസിറ്റ് അല്ലെങ്കിൽ കട്ട് എത്രത്തോളം അഗ്രസീവായിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്യുന്നു അത്ര തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ബൾക്കിംഗ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പണി കിട്ടും, യാതൊരു സംശയവും വേണ്ട. സോ ഡോണ്ട് റഷ് യുവർ ബൾക്ക്, ഡോണ്ട് ബിഞ്ച് ഇറ്റ് ഫോർ യുവർ ബൾക്ക്, ആൻഡ് ഡു നോട്ട് ബൾക്ക് അൺലെസ് ആൻഡ് അൺടിൽ യു ക്യാൻ സീ യുവർ ആപ്സ്. നിങ്ങളുടെ ആപ്സ് വിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ഫോർ എ ബൾക്ക്. ആൻഡ് ബൾക്ക് ചെയ്യാനായിട്ട് യു ഡോണ്ട് നീഡ് എനി സ്പെഷ്യൽ സപ്ലിമെന്റ്സ് ഓർ സ്പെഷ്യൽ ഫുഡ്. നിങ്ങളിപ്പോൾ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ തന്നെ ക്വാണ്ടിറ്റി ചെറിയ രീതിയിലൊന്ന് കൂട്ടിയാൽ മതി. എന്നിട്ട് വൺസ് ഇൻ എവറി വീക്ക് നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളൊരു 200 gram 300 gram ആണ് എവറി വീക്ക് ഗെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യുവർ ബൾക്ക് ഈസ് ഓൺ ട്രാക്ക്. അതല്ല നിങ്ങൾ പെർ വീക്ക് ഒരു 500-600 grams ഒക്കെ ഗെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡേർട്ടി ബൾക്കിംഗ് ആണ് ചെയ്യുന്നത്. ബ്രിങ് യുവർ കാലറീസ് ഡൗൺ. അപ്പോൾ ബൾക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ കമന്റ് ഡൗൺ ഇൻ ദ കമന്റ് ബോക്സ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.